നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുടയിൽ MDMA-യുമായി 2 യുവാക്കളെ റൂറൽ ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടി. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ പോസ്റ്റർ. 20 ലക്ഷത്തിന് ഒല്ലൂർ സെൻട്രൽ ഡിവിഷൻ സീറ്റ് വിറ്റു എന്നാണ് പോസ്റ്ററിലെ ആരോപണം. മുണ്ടൂർ ശങ്കരങ്കണ്ടത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. കുതിരാൻ തുരങ്കത്തിനുള്ളിൽ മിനി ലോറി അപകടത്തിൽപ്പെട്ട് സഹയാത്രികന്റെ കൈ അറ്റുപോയി. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുടയിൽ MDMA-യുമായി 2 യുവാക്കളെ റൂറൽ ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടി. ഇരിങ്ങാലക്കുട കണ്ടേശ്വരം സ്വദേശി മുല്ലശ്ശേരി വീട്ടിൽ പ്രജു, കുരുമ്പിരിശ്ശേരി സ്വദേശി നാരാട്ടിൽ വീട്ടിൽ പ്രണവ് എന്നിവരെയാണ് റൂറൽ ജില്ലാ മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. കൂടൽമാണിക്യം വെസ്റ്റ്നടയിൽ നടത്തിയ പരിശോധനയിലാണ് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന MDMA-യുമായി പ്രതികൾ പിടിയിലായത്. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ പോസ്റ്റർ. 20 ലക്ഷത്തിന് ഒല്ലൂർ സെൻട്രൽ ഡിവിഷൻ സീറ്റ് വിറ്റു എന്നാണ് പോസ്റ്ററിലെ ആരോപണം. 20 ലക്ഷത്തിന് ഒല്ലൂർ സെൻട്രൽ ഡിവിഷൻ സീറ്റ് വിറ്റു എന്നാണ് പോസ്റ്ററിലെ ആരോപണം. ജോസഫ് ടാജറ്റിനെ പുറത്താക്കണമെന്നും പോസ്റ്ററിൽ ആവശ്യം. സേഫ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് പോസ്റ്റർ. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രതിപക്ഷ നേതാവ് ഇന്ന് ജില്ലയിൽ എത്താനിരിക്കെയാണ് നഗരത്തിലെ വിവിധയിടങ്ങളിൽ പോസ്റ്റർ പതിച്ചത്. പോസ്റ്ററുകൾ പിന്നീട് കീറിക്കളഞ്ഞു. മുണ്ടൂർ ശങ്കരങ്കണ്ടത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് മകൾ സന്ധ്യയും കാമുകൻ മിഥുനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അയിനിക്കുന്നത്ത് വീട്ടിൽ 75 വയസ്സുള്ള തങ്കമണിയാണ് ശനിയാഴ്ച രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാമുകൻ പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സ്വർണ്ണാഭരണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കഴുത്തിൽ പിടിച്ചു തള്ളിയ വീഴ്ചയിലാണ് തങ്കമണി മരിച്ചത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. കുതിരാൻ തുരങ്കത്തിനുള്ളിൽ മിനി ലോറി അപകടത്തിൽപ്പെട്ട് സഹയാത്രികന്റെ കൈ അറ്റുപോയി. കൊല്ലങ്കോട് സ്വദേശി സുജിന്റെ കൈയാണ് മുട്ടിനു മുകളിൽ വെച്ച് അറ്റുപോയത്. കോഴി കയറ്റി വന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട വാഹനം തുരങ്കത്തിന്റെ ഒരു വശം ചേർന്ന് പോകുകയും കൈവരിയിൽ സുജിന്റെ കൈ ഇടിക്കുകയുമായിരുന്നു. സുജിനെ ഒരു ആംബുലൻസും കൈ മറ്റൊരു ആംബുലൻസിലുമായാണ് ആശുപത്രിയിൽ എത്തിച്ചത്. PG പോലീസ്, ദേശീയപാത റിക്കവറി വിഭാഗം എന്നിവർ ചേർന്ന് മേൽനടപടികൾ സ്വീകരിച്ചു. കൈപ്പമംഗലം കൂരുക്കുഴിയിൽ വീടിന് നേരെ ആക്രമണം. കൂരുക്കുഴി ഫാറൂഖ് റോഡിൽ കുന്നുങ്ങൽ അബ്ദുൾ മുത്തലിബിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. മുത്തലിബ് ബൈക്കിൽ പോകവെ കൂരിക്കുഴി പള്ളിക്ക് സമീപത്തെ റോഡിൽ വെച്ച് ചാമക്കാല സ്വദേശിയായ യുവാവിന്റെ കാറിൽ ബൈക്ക് ഉരസിയെന്നാരോപിച്ച് തർക്കമുണ്ടായിരുന്നു. ഇതിനുശേഷം ഇയാൾ വലിയ മരവടിയുമായെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വീടിന് മുന്നിലെ 3 ജനൽപ്പാളികൾ അടിച്ചു തകർക്കുകയായിരുന്നു. സംഭവ സമയം വീടിനകത്ത് 9 മാസം പ്രായമുള്ള കുഞ്ഞടക്കം ഉണ്ടായിരുന്നു. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് കൈപ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. എടത്തിരുത്തി സൗത്ത് അയിനിച്ചോട് വീട്ടുമുറ്റത്തു നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. ഇന്നലെ രാത്രി 8:30യോടെയാണ് വേത്തോട്ടിൽ രജനി സന്തോഷിന്റെ വീട്ടുമുറ്റത്ത് മലമ്പാമ്പിനെ കണ്ടത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റ് കീഴിലെ RRT അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തി പാമ്പിനെ പിടികൂടി. പിടികൂടിയ മലമ്പാമ്പിന് 8 അടിയോളം നീളമുണ്ട്. മലമ്പാമ്പിന് വനപാലകർക്ക് കൈമാറി. മൂന്ന് പീടികയിൽ വീട്ടുപറമ്പിൽ നിന്നും മുള്ളൻ പന്നിയെ പിടികൂടി. ഇന്നലെ രാത്രി 10:30യോടെയാണ് 12-ാം വാർഡിൽ കന്നത്തുപടി ഷമീറിന്റെ വീട്ടുവളപ്പിൽ മുള്ളൻ പന്നിയെ കണ്ടത്. വീട്ടുകാർ ഫോറസ്റ്റിന് വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റിന് കീഴിലുള്ള RRT കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തിയാണ് മുള്ളൻ പന്നിയെ പിടികൂടിയത്. മുള്ളൻ പന്നിയെ ഫോറസ്റ്റിന് കൈമാറി. പിണറായി ഭരണത്തിൽ ജനം പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് VM സുധീരൻ. പിണറായി ഭരണത്തിൽ ജനം പൊറുതിമുട്ടിയെന്നും നേട്ടം പറയാൻ ഈ ഭരണത്തിൽ ഒന്നുമില്ലെന്നും കോട്ടങ്ങളുടെ കൊടുമുടിയിലാണ് പിണറായി വിജയൻ നിൽക്കുന്നതെന്നും മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു.
മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത്രയേറെ അപജയം ഉണ്ടായ കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. നല്ല മാർക്സിസ്റ്റുകാർ ഈ തിരിച്ചറിവിന്റെ പാതയിൽ ആണെന്നും അത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്നും VM സുധീരൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് തൃപ്പയാർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി അനിൽ പുളിക്കലിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അനിൽ പുളിക്കലിന് ഒരു ആമുഖമോ മുഖവരയോ ആവശ്യമില്ല. ജനപക്ഷത്ത് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് അനിൽ പുളിക്കലെന്ന് VM സുധീരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ K ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. തൃപ്പയാർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി അനിൽ പുളിക്കൽ, മുസ്ലിം ലീഗ് സംസ്ഥാന സമിത അംഗം KA ഹാറൂൺ റഷീദ്, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്ട്, VR വിജയൻ, DCC സെക്രട്ടറി ശോഭ സുബിൻ, സുനിൽ ലാലു, ജില്ലാ പഞ്ചായത്ത് തളിക്കുളം ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AT നേന, സജയ് വയനപ്പള്ളി, ഷൈജൻ ശ്രീവത്സം, മുഹമ്മദ് ഹാഷിം എന്നിവർ സംസാരിച്ചു. TS സന്തോഷ് മാസ്റ്റർ സ്വാഗതവും NA അലി നന്ദിയും പറഞ്ഞു. വലപ്പാട്, നാട്ടിക, എടത്തിരുത്തി പഞ്ചായത്തുകളിലെ ത്രിതല UDF സ്ഥാനാർത്ഥികളെ VM സുധീരൻ ഷാൾ അണിയിച്ചു സ്വീകരിച്ചു. BJPയുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മൗലികമായ പൗരൻ്റെ അവകാശത്തെ പോലും ഇല്ലാതാക്കുന്ന ഒരവസ്ഥ, അതിനെതിരെ ശക്തമായ പ്രതിഷേധം പാർലമെൻറ്റിലും നിയമസഭകളിലും രാജ്യത്തെങ്ങും ഉയർന്നു വന്നു. നമുക്കറിയാം അവരുടെ പ്രവർത്തനം. അടുത്ത കാലത്ത് തുടങ്ങിയ SIR തുടങ്ങിയ ബീഹാറിൽ 65 ലക്ഷം വോട്ടർമാരെയാണ് ഇല്ലാതാക്കിയത്. 65 ലക്ഷം വോട്ടർമാരെ. അത് കഴിഞ്ഞു 21 ലക്ഷം വോട്ടർമാരെ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴെന്താണ് കാണുന്നത്? തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ അറിയാം, ജയിച്ച BJP, ജയിച്ച JDU 50 വോട്ട്, 100 വോട്ട്, 150 വോട്ട്, 121 വോട്ട്, ഇതിൻ്റെയൊക്കെ ഭൂരിപക്ഷം. തെരഞ്ഞെടുപ്പിൻ്റെ ബീഹാറിലെ വിജയം എന്ന് പറയുന്നവരുടെ വിജയം എന്ന് പറയുന്നത് അട്ടിമറി വിജയമാണ്. യഥാർത്ഥ ജനവികാരത്തെ മറികടന്നുകൊണ്ട്, അട്ടിമറിച്ചുകൊണ്ട് ഈ തരത്തിൽ തെരഞ്ഞെടുപ്പുകളുടെ ആ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു. എടത്തിരുത്തിയിൽ വ്യാപാരിയെ വീട്ടുപറമ്പിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എടത്തിരുത്തി കുമ്പളപ്പറമ്പ് സ്വദേശി തേക്കാനത്ത് വീട്ടിൽ 55 വയസ്സുള്ള മാത്യൂസ് ആണ് മരിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് മാത്യൂസ് കുളത്തിൽ വീണ് കിടക്കുന്നത് വീട്ടുകാർ കണ്ടത്. ഉടൻ തന്നെ കരാഞ്ചിറ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു. കൈപ്പമംഗലം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. എടത്തിരുത്തിയിലെ വളം വ്യാപാരിയാണ് മാത്യൂസ്. വരാകര പുളിഞ്ചോട് അച്ഛനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മകൻ അറസ്റ്റിൽ. പുളിഞ്ചോട് ചുക്കത്ത് വീട്ടിൽ ബിനേഷിനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. പരിക്കേറ്റ ഗോപാലൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ ഇവരുടെ വീടിന് മുൻവശത്തെ റോഡിൽ വെച്ചായിരുന്നു സംഭവം. മദ്യപിച്ചെത്തിയ ബിനേഷ് കുടുംബവഴക്കിനെ തുടർന്ന് ഗോപാലനുമായി തർക്കത്തിലാവുകയായിരുന്നു. ഇതിനിടെയാണ് ബിനേഷ് ഗോപാലിനെ കുത്തിയത്. റോഡിൽ കിടന്ന ഗോപാലിനെ ആശുപത്രിയിൽ എത്തിക്കാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും ബിനേഷ് തടയുകയായിരുന്നു. പിന്നീട് അരമണിക്കൂറിന് ശേഷം മകൾ എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കഴുത്തിൽ കുത്തേറ്റ ഗോപാലൻ അപകടനില തരണം ചെയ്തതായി പോലീസ് പറഞ്ഞു. ഗൾഫിലായിരുന്ന ബിനേഷ് 1 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. കുടുംബവഴക്കിനെ തുടർന്ന് ഇരുവരും തമ്മിൽ ഇടയ്ക്കിടെ തർക്കം നടക്കാറുണ്ടെന്ന് പറയുന്നു. പ്രതിയെ റിമാൻഡ് ചെയ്തു. UDF ജില്ലാ പഞ്ചായത്ത് കൈപ്പമംഗലം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ജില്ലാ പഞ്ചായത്ത് കൈപ്പമംഗലം ഡിവിഷൻ സ്ഥാനാർത്ഥി സലീം പുറക്കുളത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. 3 പീടിക ബസ് സ്റ്റാൻഡിൽ നടന്ന കൺവെൻഷൻ AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ SA സിദ്ദിഖ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, KF ഡൊമിനിക്, PM ജബ്ബാർ, CC ബാബുരാജ്, CJ പോൾസൺ, UDF നേതാക്കളായ PM അമീർ, സുനിൽ P മേനോൻ, PK മുഹമ്മദ്, KA അഫ്സൽ, PS മുജീബ് റഹ്മാൻ, TS ശശി, സുധാകരൻ മണപ്പാട്ട്, KV അബ്ദുൾ മജീദ്, CA അബ്ദുൾ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ മലയാളികളുടെ മാനം കളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരെ കൈപ്പമംഗലത്ത് മാത്രമല്ല കേരളത്തിലും തൃശൂർ ജില്ലയിലും കൈപ്പമംഗലം ജില്ലാ പഞ്ചായത്ത് അതിർത്തിയിലും കെട്ടിച്ച് പുറത്തേക്ക് പറഞ്ഞയക്കേണ്ട സന്ദർഭമാണിത്. അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കൺവെൻഷൻ. ഒരു പക്ഷേ ദൂരെ മാറുന്ന ശബ്ദം കേൾക്കുന്നവരിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു, ഉണ്ടാകട്ടെ എന്ന് ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു. നല്ലവരായ കുറെ കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിലുണ്ട്. ആ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാര് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റുകാരല്ല. ആ കമ്മ്യൂണിസ്റ്റുകാര് സഖാവ് കൃഷ്ണപിള്ളയുടെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. ഗുരുവായൂർ സ്കൂട്ടർ മോഷ്ടാവിനെ ടെബിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൽ ചെറുനല്ലൂർ സ്വദേശി വൈശം വീട്ടിൽ ഇബ്രാഹിമിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൽ സ്വദേശി വർഗീസ്
കഴിഞ്ഞ ഞായറാഴ്ച പട്ടിക്കര മുസ്ലിം പള്ളിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന ഓട്ടോ ടാക്സിയാണ് പ്രതി മോഷ്ടിച്ചത്. എരുമപ്പെട്ടി തിച്ചൂരിൽ വെച്ച് ഓട്ടോ ടാക്സിയെ പിന്തുടർന്നെത്തിയാണ് പോലീസ് വാഹനം പിടികൂടിയത്. മാള പഞ്ചായത്ത് കുരൂർ ഡിവിഷൻ LDF സ്ഥാനാർത്ഥിക്ക് ബൈക്ക് യാത്രക്കിടയിൽ അപകടം. CPM പ്രതിനിധിയായ തോമസ് പുളിക്കലിനാണ് കുരൂരിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ സ്ഥാനാർത്ഥി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശൂർ സ്വരാജ് റൗണ്ടിൽ രാഗം തിയേറ്ററിനു സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. ശക്തമായ കാറ്റിലാണ് തേക്കിൻകാട് മൈതാനിയിലെ മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. കാറിൽ കുടുങ്ങിയ ഡ്രൈവറെ മറ്റു യാത്രക്കാരാണ് രക്ഷപ്പെടുത്തിയത്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ മരത്തിന്റെ കൊമ്പ് മുറിച്ചു മാറ്റി. കുന്നംകുളം മരത്തുകൂടയിൽ ഇടിമിന്നലിൽ വൻ നാശനഷ്ടം. 2 പേർക്ക് പരിക്ക്. കൂരാറ്റുവളപ്പിൽ ഐഷയുടെ വീടിന് കേടുപാടുകൾ പറ്റി. വീട്ടിലുണ്ടായിരുന്ന 22 വയസ്സുള്ള ഹജ്മ, 16 വയസ്സുള്ള ഷാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളും സ്വിച്ച് ബോർഡുകൾ, മീറ്റർ ബോക്സ്, മെയിൻ സ്വിച്ച് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയും കത്തിനശിക്കുകയും ചെയ്തു. വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായി. വീടിന്റെ ചുമരിന് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഫോൺ ചെയ്യാനെന്ന വ്യാജേന വയോധികനിൽ നിന്ന് ഫോൺ വാങ്ങി മുങ്ങിയ ആളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ കർണക്കോട്ട് ബസാർ കിഴക്കേനല മണികണ്ഠനാണ് അറസ്റ്റിലായത്. ചെമ്മണൂർ സ്വദേശി രവിയുടെ ഫോണാണ് ഇയാൾ തട്ടിയെടുത്തത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിനടുത്താണ് സംഭവം. മോഷ്ടിച്ച ഫോൺ ചുവല്ലൂർ പടിയിലെ കടയിൽ വിറ്റിരുന്നു. ഇവിടെ നിന്നും ഫോൺ പോലീസ് കണ്ടെടുത്തു. ടെമ്പിൾ SHO G അജയ്കുമാർ, ASI-മാരായ K സാജൻ, സീനിയർ CPO-മാരായ NP സാജൻ, D അരുൺ, ശ്രീനാഥ്, CPO റനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേച്ചേരിയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോ ടാക്സി മോഷ്ടിച്ച പ്രതി അറസ്റ്റിലായി. വളാഞ്ചേരി വൈക്കത്തൂർ സ്വദേശി ആണ്ടൂർ കിഴക്കേതിൽ ഉദിനാണ് അറസ്റ്റിലായത്. കാട്ടക്കാമ്പൽ സ്വദേശിനി ഷീജ സുഗതന്റെ സ്കൂട്ടറാണ് മോഷ്ടിച്ചത്. മാഞ്ചിറ റോഡിൽ സ്കൂട്ടർ നിർത്തി ക്ഷേത്ര ദർശനത്തിന് പോയതായിരുന്നു. മോഷ്ടിച്ച സ്കൂട്ടർ വളാഞ്ചേരിയിലെ സുഹൃത്തിന് പണയം വെച്ചതായി പോലീസ് കണ്ടെത്തി. ടെമ്പിൾ ഇൻസ്പെക്ടർ G അജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തിരുവനന്തപുരത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിങ്ങാലക്കുടയിൽ MDMA-യുമായി 2 യുവാക്കളെ റൂറൽ ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടി. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ പോസ്റ്റർ. 20 ലക്ഷത്തിന് ഒല്ലൂർ സെൻട്രൽ ഡിവിഷൻ സീറ്റ് വിറ്റു എന്നാണ് പോസ്റ്ററിലെ ആരോപണം. മുണ്ടൂർ ശങ്കരങ്കണ്ടത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. കുതിരാൻ തുരങ്കത്തിനുള്ളിൽ മിനി ലോറി അപകടത്തിൽപ്പെട്ട് സഹയാത്രികന്റെ കൈ അറ്റുപോയി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.